Hello everyone. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്ലിക്കേഷൻസ് ഓഫ് എ ഐനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ, AI in astronomy. Artificial intelligence can be very useful to solve complex universe problems. AI technology can be helpful for understanding the universe, such as how it works, origin, etc. അതായത് ഈ ഒരു എ ഐ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട സങ്കീർണമായിട്ട്, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ നമുക്ക് നക്ഷത്രങ്ങളുടെ ചലനം, അതൊക്കെ വിശകലനം ചെയ്യുക, പിന്നെ ഗ്രഹങ്ങളൊക്കെ കണ്ടെത്താനുള്ളതൊക്കെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെ ആസ്ട്രോണമിയിൽ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു എ ഐ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എ ഐ ഇൻ ഹെൽത്ത് കെയർ, അതായത് ആരോഗ്യ മേഖല. ഇത് നമുക്കറിയാം എവിടെയൊക്കെയാണത് ഹെൽത്ത് കെയർ എങ്ങനെയൊക്കെയാണത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസ് ആർ അപ്ലൈയിങ് എ ഐ ടു മേക്ക് എ ബെറ്റർ ആൻഡ് ഫാസ്റ്റർ ഡയഗ്നോസിസ് ദാൻ ഹ്യൂമൻസ്. എ ഐ ക്യാൻ ഹെൽപ്പ് ഡോക്ടേഴ്സ് വിത്ത് ഡയഗ്നോസിസ് ആൻഡ് ക്യാൻ ഇൻഫോം വെൻ പേഷ്യൻസ് ആർ വേഴ്സണിങ് സോ ദാറ്റ് മെഡിക്കൽ ഹെൽപ്പ് ക്യാൻ റീച്ച് ടു ദി പേഷ്യൻറ്റ് ബിഫോർ ഹോസ്പിറ്റലൈസേഷൻ. അതായത് നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ നമ്മൾ ഈ ഒരു എ ഐ വളരെ ഒരു പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ എ ഐ ഉപയോഗിച്ചിട്ട് ഒരു ഡോക്ടർക്ക് വേഗത്തിലും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കൃത്യതയോട് കൂടിയുള്ള രോഗനിർണയം നടത്താൻ കഴിയും. അപ്പോൾ ഇത് രോഗികൾക്ക് അപകടം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്താനുള്ള ഒരു ഹെൽപ്പാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ എന്തുണ്ട്, രോഗലക്ഷണങ്ങളൊക്കെ വിലയിരുത്തുന്ന സ്മാർട്ട് സിസ്റ്റങ്ങൾ, അതുപോലെ മെഡിക്കൽ ഇമേജ് അനാലിസിസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എ ഐ ഒരു ആപ്ലിക്കേഷനാണ്. അടുത്താണ് എ ഐ ഇൻ ഗെയിമിംഗ്. AI can be used for gaming purpose. The AI machines can play strategic games like chess, where the machine needs to think of a large number of possible places. ഗെയിമുകൾ നമ്മൾ എ ഐ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ചെസ് എന്ന് പറയുന്ന ഒരു ബുദ്ധി, അതായത് ഭയങ്കര ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട ഗെയിമുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഗെയിമുകളൊക്കെ മനുഷ്യരെ പോലെ കളിക്കാനും അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണക്കാക്കാനൊക്കെ ഈ എ ഐ ഉപയോഗിക്കുന്നതിലൂടെ കഴിയും. അതുപോലെ അടുത്തതാണ് എ ഐ ഇൻ സോഷ്യൽ മീഡിയ. Social media sites such as Facebook, Twitter and Snapchat contain billions of user profiles which need to be stored and managed in a very efficient way. AI can organize and manage massive amount of data. AI can analyze loads of data to identify the latest trends, hashtag and requirement of different users. നമുക്കറിയാം ഈ ഫേസ്ബുക്ക്, ട്വിറ്റർ, സ്നാപ്ചാറ്റ് അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ ബില്യൺസ് ഓഫ് യൂസർ പ്രൊഫൈൽസ് ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു പ്രൊഫൈല്, അങ്ങനെ ഒരുപാട് പ്രൊഫൈലും അതിൽ അവരുടെ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എ ഐ എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റയൊക്കെ നമുക്ക് ഈ ഒരു മാസീവ് ഡാറ്റയൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ചെയ്യുന്നത്, എന്നിട്ട് അതിന് ശേഷം അതിൽ നിന്ന് ഓർഗനൈസ് ചെയ്തിട്ട് അതിന് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതിലൂടെ നമുക്ക് പുതിയ ട്രെൻഡുകൾ, ഹാഷ്ടാഗുകൾ, അങ്ങനെ ഹാഷ്ടാഗ് റിക്വയർമെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് യൂസേഴ്സ് അതൊക്കെ തിരിച്ചറിയാനും പിന്നെ അതിനൊക്കെ എ ഐ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റുകളൊക്കെ നമുക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ റീൽസൊക്കെ. അതൊക്കെ അതൊക്കെ കാണിക്കുന്നത് ഒരു എ ഐൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. എ ഐ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഓരോ റീൽസൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്തതാണ് എ ഐ ഇൻ എൻ്റർടൈൻമെൻറ്റ്. We are currently using some AI-based applications in our daily life with some entertainment services such as Netflix or Amazon. With the help of machine learning or AI, artificial intelligence algorithms, these services show the recommendations for programs or shows. വിനോദ രംഗത്ത് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ എ ഐ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലുള്ള വിനോദ
പ്ലാറ്റ്ഫോമുകളിലൊക്കെ എ ഐ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എ ഐ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ, ഷോകൾ, അങ്ങനെ സോങ്സ് ഒക്കെ നമ്മൾ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ടല്ലേ. നമുക്ക് ഇന്ന സിനിമകൾ, ഇന്ന ഷോകളൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഇതൊക്കെ ഈ മെഷീൻ ലേണിങ്ങിൻ്റെയും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൽഗോരിതമൊക്കെ അതിൻ്റെയൊക്കെ സഹായത്താലാണ് നടക്കുന്നത്. അടുത്തതാണ് AI in agriculture. Agriculture is an area which requires various resources, labor, money and time for best result. Nowadays, agriculture is becoming digital and AI is emerging in this field. Agriculture is applying AI as agriculture robotics, soil and crop monitoring, predictive analysis. AI in agriculture can be very helpful for farmers. അപ്പോൾ അഗ്രികൾച്ചർ കൃഷി മേഖലയിലും ഈ ഒരു എ ഐയുടെ കടന്നുവരവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചറൽ റിസോഴ്സസ്, അതുപോലെ തൊഴിൽ, അതുപോലെ പണം, സമയം അതൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ കൃഷി മേഖലയും ഒരു ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എ ഐ കൃഷിയിൽ ഉപയോഗിച്ച് മണ്ണിൻ്റെ കൃഷി, അതായത് അഗ്രികൾച്ചർ ഇതിലെങ്ങനെയാണ് അതിന് ഹെൽപ്പ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ മണ്ണിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുക, അതുപോലെ കാലാവസ്ഥ പ്രവചിക്കുക, വിളയുടെ ആരോഗ്യം നിരീക്ഷിക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിൽ എ ഐ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനു കാരണമാവുന്നുണ്ട്? നല്ല ഉൽപാദനക്ഷമതയും ഗുണമേന്മയ്ക്കുള്ള ഈ പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് AI in e-commerce. AI is providing a competitive edge to the e-commerce industry and it is becoming more demanding in the e-commerce business. AI is helping shoppers to discover associated products with the recommended size, color or even brand. അപ്പോൾ ഈ ഒരു ഇ-കൊമേഴ്സ് മേഖലയെ കൂടുതൽ സ്മാർട്ടും പിന്നെ സ്മാർട്ടാക്കുക, അതുപോലെ യൂസർ ഫ്രണ്ട്ലി ആക്കുക, അങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ആക്കിയത്. ഈ ഒരു എ ഐ കടന്നുവരവോട് കൂടി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എ ഐ ഉപഭോക്താവിൻ്റെ ഇഷ്ടങ്ങൾ പഠിച്ച് വലിപ്പം, അതിൻ്റെ നിറം, ബ്രാൻഡ് മുതലായൊക്കെ അതൊക്കെ മനസ്സിലാക്കി അനുയോജ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ റെക്കമെൻഡേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാങ്ങുന്ന ആരാണോ അത് പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് ആരാണോ നോക്കുന്നത് ആ ഉപഭോക്താവിന് വേണ്ട സാധനങ്ങൾ വേഗത്തിൽ കണ്ടെത്താനും കമ്പനിക്ക് കൂടുതൽ വിൽപ്പന നേടാനും കഴിയും. നമുക്കറിയാം, ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഇതിൽ യു മേ ആൾസോ ലൈക്ക് പറഞ്ഞിട്ടുള്ള ഇതിലൊക്കെ വരില്ലേ, അങ്ങനെ അല്ലെങ്കിൽ റെക്കമെൻഡ് ഫോർ യു എന്നൊക്കെ കാണിക്കും. അപ്പോൾ അതൊക്കെ ഈ എ ഐയുടെ ഹെൽപ്പോടെയാണ് ചെയ്യുന്നത്. അടുത്തതാണ് എ ഐ എഡ്യൂക്കേഷൻ. ഇപ്പോൾ നമുക്കറിയാം ഈ വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് മാറ്റങ്ങളാണ് എ ഐ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം എ ഐ ഉപയോഗിച്ച് നമുക്ക് പരീക്ഷാ മൂല്യനിർണ്ണയം സ്വയം നടത്താം. അതിന് അധ്യാപകർക്ക് പഠനത്തിനായി കൂടുതൽ സമയം ലഭിക്കും അല്ലേ. പിന്നെ എ ഐ ചാറ്റ് ബോട്ടുകൾ വിദ്യാർത്ഥികൾക്കായിട്ട് ആശയവിനിമയം നടത്തി വ്യക്തിപരമായിട്ടുള്ള അധ്യാപക സഹായി, അതായത് വെർച്വൽ ട്യൂട്ടർ എന്നൊക്കെ പറയും, അങ്ങനെയായിട്ടും എ ഐ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പറയാൻ പറ്റില്ല, ഭാവിയിൽ നമുക്ക് വിദ്യാർത്ഥികൾക്ക് എപ്പോഴും എവിടെയും അവൈലബിൾ ആയിട്ടുള്ള എ ഐ അധ്യാപകർ വരെ ഉണ്ടാകാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതാണ് കോമൺ എക്സാമ്പിൾസ് ഓഫ് എ ഐ യൂസിങ് പൈത്തൺ. നമുക്ക് പൈത്തൺ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അത് പഠിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു, പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്തതാണ് ചാറ്റ് ബോട്ട്. അതിലൊരു എക്സാമ്പിളാണ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. ചാറ്റ് ബോട്ടുകൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മനുഷ്യൻ്റെ നാച്ചുറൽ ഹ്യൂമൻ ലാംഗ്വേജ് അനുകരിക്കുകയും അത് മനുഷ്യൻ്റെ സംസാരിക്കുന്നത് പോലെ അതായത് മനുഷ്യരെ പോലെ സംസാരിക്കാൻ കഴിവുള്ള ഇതാണ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. ഒരുപാട് കമ്പനികൾ ഇപ്പം ചാറ്റ് ബോട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ,
ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ അതിനൊരു ഒരു AI ഒരാൾ റിപ്ലൈ തരില്ലേ, അതാണ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു കസ്റ്റമർ സപ്പോർട്ട് ചാറ്റ് വെബ്സൈറ്റിലോ ഷോപ്പിംഗ് ആപ്പിലോ ഒക്കെ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് ചാറ്റ് ബോട്ടാണ്. അപ്പോൾ ChatGPT, സിറി, അലക്സ അതൊക്കെ ഇതിനെന്താണ് എക്സാമ്പിളാണ്, ചാറ്റ് ബോട്ടിന് എക്സാമ്പിളാണ്. അപ്പോൾ ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹ്യൂമൻ്റെ ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണ് ചോദിക്കുന്നത് അതിന് ഒരു മറുപടി, നമ്മൾ ഒരു മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറുപടി ഉണ്ടാവുമല്ലോ, അതാണ് ഈ ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. ചാറ്റ് ബോട്ട് അതിന് ആ മറുപടി നൽകുന്ന ആ ഒരു AI പ്രോഗ്രാമാണ് ചാറ്റ് ബോട്ട്. അടുത്തതാണ് സെർച്ച് റെക്കമെൻഡേഷൻ അൽഗോരിതം. നമ്മൾ നേരത്തെ കുറേ പറഞ്ഞില്ലേ റെക്കമെൻഡേഷനെ കുറിച്ചും. അപ്പോൾ നമ്മൾ സിനിമ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കാണാനും ഈ എന്തെങ്കിലും പ്രൊഡക്ട്സൊക്കെ വാങ്ങാനും നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന നമുക്ക് വസ്തുക്കൾ ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു വസ്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മൾ മെയിനായിട്ട് അതായിരിക്കും തിരയുന്നത്. അത് ഓല് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മളെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ബന്ധപ്പെട്ടവയായിരിക്കും. അപ്പം ഇതൊക്കെ AI-ൻ്റെ ബേസിലുള്ള സ്മാർട്ട് റെക്കമെൻഡേഷൻ സിസ്റ്റങ്ങളാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങൾ, ഈ സംവിധാനങ്ങളൊക്കെ നമ്മുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ, പിന്നെ നമ്മൾ എന്തൊക്കെയാണോ മുന്നേ സെർച്ച് ചെയ്തിട്ടുള്ളത്, അതുപോലെ നമ്മുടെ ഇൻട്രസ്റ്റ്, അതൊക്കെ പഠിച്ച് വിശകലനം ചെയ്യുന്നത്. ഇവിടെ ഡാറ്റ മെഷീൻ ലേണിങ്ങും നമ്മൾ പറഞ്ഞു, മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും ഒക്കെ അതിൻ്റെ പാർട്ടാണല്ലേ. അപ്പോൾ ഈ മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും ഒക്കെ അതൊക്കെ ഉപയോഗിച്ചാണ് ഈ ഡാറ്റയൊക്കെ വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിസ്റ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്തായിട്ട് നെക്സ്റ്റ് നിങ്ങൾ എന്താണ് വാങ്ങാനും കാണാനൊക്കെ ആഗ്രഹിക്കുന്നത് എന്ന് മുൻകൂട്ടി അതായത് പ്രവചിച്ച് നമുക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ യൂട്യൂബിലൊക്കെ അപ്പ് നെക്സ്റ്റ് അല്ലെങ്കിൽ റെക്കമെൻഡഡ് വീഡിയോസ് എന്ന് കാണിക്കുന്നതൊക്കെ. അതുപോലെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഇതിലൊക്കെ നമുക്ക് യു മേ ആൾസോ ലൈക്ക് എന്ന ശുപാർശകൾ, അതായത് റെക്കമെൻഡുകളൊക്കെ ഉണ്ടായിരിക്കും. അടുത്തതാണ് ഫേസ് റെക്കഗ്നിഷൻ പൈത്തൺ പ്രൊജക്റ്റ്. ഫേസ് ഡിറ്റക്ഷൻ അല്ലേ. അതായത് ഇപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു കമ്പ്യൂട്ടർ ഒരു ഡിജിറ്റൽ ചിത്രത്തിൽ നിന്ന് ആ ഒരു മനുഷ്യമുഖം എവിടെ നിന്നൊക്കെ കണ്ടെത്തൂലേ. അതായത് ഫേസ് റെക്കഗ്നിഷൻ എന്നത് കമ്പ്യൂട്ടർ വിഷൻ മേഖലയിലെ ഒരു സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മുഖങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫേസ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ എന്ന പ്രക്രിയയിൽ കമ്പ്യൂട്ടർ എന്താ ചെയ്യുക, ഒരു ഡിജിറ്റൽ ചിത്രത്തിൽ നിന്ന് മനുഷ്യൻ്റെ ഈ മുഖം എവിടെയാണ്, അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ അതിനെ വിഷ്വലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പൈത്തണും ഓപ്പൺ സിവി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഡിജിറ്റൽ ചിത്രങ്ങളിൽ നിന്ന് മനുഷ്യമുഖങ്ങളൊക്കെ കണ്ടെത്തി തിരിച്ചറിയുന്നത് കേട്ടോ. അടുത്താണ് ഡിജിറ്റൽ വോയിസ് അസിസ്റ്റൻ്റ്. അത് നമ്മൾ നേരത്തെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഷീൻ ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിജിറ്റൽ വോയിസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് എന്ന് പറയുന്നത് ഡിജിറ്റൽ വോയിസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രെഡിക്റ്റീവ് ചാറ്റ് ബോട്ട് എന്നും പറയാം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഈ ഒരു ആരാണ് യൂസർ അവരുടെ ആ ശബ്ദം കേട്ടിട്ട് അതിനെ മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള റിപ്ലൈസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഇത് ഓൺലൈനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ഗൂഗിൾ അസിസ്റ്റൻറ്റ്, ആമസോൺ അലക്സ, ആപ്പിൾ സിരി ഒക്കെ കേട്ടോ. അടുത്തതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്. നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലേ, വീണ്ടും പറയാണ്. അപ്പോൾ മെഡിക്കൽ രംഗത്തും AI-ൻ്റെ കടന്നുവരവ് ഉണ്ടായിട്ടുണ്ട്.
ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആണ് മെഡിക്കൽ രംഗത്ത് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ നേരത്തെ പറഞ്ഞു ഓരോന്ന് ഡിറ്റക്ട് ചെയ്യാൻ അതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുമ്പോൾ, രോഗം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അത് ആ ഒരു പേഷ്യൻറ്റിന് തന്നെ വളരെ ഉപകാരമാണ്. നമുക്ക് അതിന് വേഗത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊക്കെ കഴിയുന്നുണ്ട്. അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിലും നമ്മൾ ഈ ഒരു AI പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് AI തീരുമാനങ്ങൾ എടുക്കാം. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു യൂസറിൻ്റെ ആവശ്യങ്ങൾ ഒരു അനലൈസ് ചെയ്യുന്നത്. അനലൈസ് ചെയ്തിട്ട് അതിൽ മനസ്സിലാക്കുന്നു. പിന്നെ അതിലുള്ള ഹസാർഡ്സ് ഒക്കെ വിലയിരുത്താൻ, അതുപോലെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഹസാർഡ്സും ഈ യൂസറിൻ്റെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുക. അതാണ് എന്ത് പറയുന്നത്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് AI-ൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി, പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അടുത്തത് ഈ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ. ജസ്റ്റ് അത് വായിച്ച് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇത്രയാണ് AI-ൽ നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.